ഇംഗ്ലീഷിലൊരു പ്രധാനപ്പെട്ട ഗ്രാമർ വിഭാഗമാണ് ടാഗ്. ക്വസ്റ്റ്യൻ ടാഗ് എന്ന് പറയും. ക്വസ്റ്റ്യൻ ടാഗ് എന്താണ് ക്വസ്റ്റ്യൻ ടാഗ്? ക്വസ്റ്റ്യൻ ടാഗ് എന്ന് പറയുന്നത് നമ്മളൊരു സെൻറ്റൻസ് പറഞ്ഞിട്ട് അങ്ങനെയല്ലേ, അങ്ങനെയാണോ എന്ന് ചോദിക്കുന്നതാണ്. ഉദാഹരണമായിട്ട് മലയാളത്തിൽ ഞാൻ ഒരു ഡോക്ടറാണ്, അങ്ങനെയല്ലേ? ഞാൻ ഡോക്ടറല്ല, അങ്ങനെയാണോ? ഇത്തരം കാര്യങ്ങൾ ചോദിക്കുന്നത് നമ്മൾ ടാഗാണ്. യഥാർത്ഥത്തിൽ അതൊരു കോൺഫിഡൻസ് ഇല്ലായ്മയാണ് എന്നൊക്കെ പറയാം. പക്ഷേ എന്നാലും നമ്മൾ ഇംഗ്ലീഷിൽ അത് ഉപയോഗിക്കുക, അങ്ങനെയല്ലേ എന്ന് ഉറപ്പിക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നതാണ്. ഞാനൊരു അധ്യാപകനാണ്, അങ്ങനെയല്ലേ? ഇത്തരം കാര്യങ്ങൾ പറയുന്നതാണ് നമ്മൾ ക്വസ്റ്റ്യൻ ടാഗ് എന്ന് പറയുന്നത്. മലയാളത്തിൽ അത്രത്തോളം പ്രയോഗത്തിലില്ലെങ്കിലും ഇൻ ഇംഗ്ലീഷ് ഇറ്റ് ഈസ് വെരി എസെൻഷ്യൽ. അത് വളരെ അത്യാവശ്യമാണ്. അത് വളരെ ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ഇറ്റ് ഹാസ് ഇറ്റ്സ് ഓൺ സിഗ്നിഫിക്കൻസ് ഇൻ ഇംഗ്ലീഷ്. സോ കം ടു ദ പോയിന്റ്. He goes to market every day. So firstly we have to find out auxiliary verb, helping verb ആണ് നമ്മൾ ചെയ്യുന്നത്. He goes to market every day, comma ഇവിടെ auxiliary verb does ആണ്. അപ്പോൾ ഈ സെൻറ്റൻസ് ഒരു പോസിറ്റീവ് സെൻറ്റൻസ് ആയതുകൊണ്ട് ടാഗ് നെഗറ്റീവായി വരുന്നു. He goes to market every day എന്ന് പറയുമ്പോൾ doesn't he സെൻറ്റൻസ് പോസിറ്റീവ് ആണ്, ടാഗ് നെഗറ്റീവ് ആണ്. സെൻറ്റൻസ് പോസിറ്റീവ് ആണ്, ടാഗ് നെഗറ്റീവ് ആണ്. സോ അനദർ he doesn't or does not go to market every day. അതിൻ്റെ ടാഗ് ഡസ് ഹി എന്നാണ്. എങ്ങനെയാണ് ഡസ് ഹി വരുന്നത്? ഇത് സെൻറ്റൻസ് നെഗറ്റീവാണ്, അതുകൊണ്ട് തന്നെ ടാഗ് പോസിറ്റീവാണ്. ഇവിടെ സെൻറ്റൻസ് പോസിറ്റീവാണ്, ടാഗ് നെഗറ്റീവാണ്. ഓക്കെ, അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ ഷീ. ഉദാഹരണമായിട്ട് she doesn't buy a saree every week. ഇത് സെൻറ്റൻസ് ഡസൻറ്റ് എന്ന് പറയുമ്പോൾ നെഗറ്റീവാണ് സെൻറ്റൻസ്. അപ്പം നെഗറ്റീവ് സെൻറ്റൻസ് ആണെങ്കിൽ അതിൻ്റെ ടാഗ് പോസിറ്റീവാണ്. ഡസ് ഹി എന്നാണ് ചോദ്യം. ഈ ചോദ്യം ഈ സെൻറ്റൻസ് പോസിറ്റീവ് ആകുമ്പോൾ അതിൻ്റെ ടാഗ് നെഗറ്റീവ് ആകുന്നു. ഷീ ബൈസ്, BUYS, ബൈസ് എ സാരി every week, whatever it may be. Doesn't she does not buy a saree every week. Does she buys a saree every week എന്ന് പറയുന്നത് പോസിറ്റീവാണ്, അതുകൊണ്ട് അതിൻ്റെ ടാഗ് നെഗറ്റീവ് ആയിരിക്കും. അപ്പോൾ ഒരു പോസിറ്റീവ് സെൻറ്റൻസ് ആണെങ്കിൽ അതിൻ്റെ ടാഗ് നെഗറ്റീവും, നെഗറ്റീവ് സെൻറ്റൻസ് ആണെങ്കിൽ അതിൻ്റെ ടാഗ് പോസിറ്റീവുമായിരിക്കും. ഓക്കെ, സി ഉദാഹരണമായിട്ട് ബാബു brings a cup of tea every day. കൊണ്ടുവരുന്നു. ബാബു എല്ലാ ദിവസവും ഒരു ഗ്ലാസ് ഒരു കപ്പ് ചായ കൊണ്ടുവരുന്നു. ഇത് പറയുമ്പോൾ ഇത് പോസിറ്റീവാണ് സെൻറ്റൻസ്. ബാബു ബ്രിങ്സ് എ കപ്പ് ഓഫ് ടീ. ബാബു ഡസിൻ ബാബു എന്ന് പറയില്ല. നമ്മൾ ടാഗിലുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം എപ്പോഴും നമ്മൾ പ്രോനൗണുകളാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ബാബു എന്നുള്ളത് പ്രോനൗൺ ആകുമ്പോൾ ഹി എന്നാവുന്നു. Doesn't he? Question mark. Put the question mark.
ഇങ്ങനെയാണ് നമ്മൾ വെക്കുക. ബാബു എന്നുള്ളതിന് പകരമായിട്ട് ഹി എന്ന് വെക്കുക. ഇനി ഷീല എന്നാണെങ്കിൽ ഷീല keeps money in her pocket. Doesn't she എന്നാണ്. doesn't she ഇവിടെ he ഇവിടെ she കാരണം ഇത് സെൻറ്റൻസ്. ഓക്കെ, അപ്പോൾ ടാഗ് അങ്ങനെയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മൾ നൗണിന് പകരം പ്രോനൗൺ വെച്ചിട്ടാണ് ഉപയോഗിക്കുന്നത്. നൗണിന് പകരം പ്രോനൗൺ വെച്ചിട്ടാണ് ഉപയോഗിക്കുന്നത്. സോ നെക്സ്റ്റ്, അടുത്തത് മഞ്ജു comes here. Manju comes here every morning. Manju comes here every morning. അതിൻ്റെ ടാഗ് doesn't she put the question mark. ഓക്കെ, മഞ്ജുവിന് പകരം രാജു ആണെങ്കിൽ doesn't he. ഇവിടെ മഞ്ജു സ്ത്രീ ആയതുകൊണ്ട് doesn't she എന്നും, രാജു comes here every morning. Doesn't he. ഇതാണ് നമ്മൾ ഉപയോഗിക്കുന്ന ടാഗ്. അപ്പോൾ ടാഗ് ഒരു സെൻറ്റൻസിൽ അത് നെഗറ്റീവ് ആണെങ്കിൽ പോസിറ്റീവ് ടാഗും, പോസിറ്റീവ് ആണെങ്കിൽ നെഗറ്റീവ് ടാഗും ഉപയോഗിക്കുന്നു.